പശ്ചിമബംഗാളിൽ ബി.ജെ.പി വനിതാ നേതാവിനെതിരെ ആക്രമണം. സരസ്വതി സർക്കാരിനാണ് പരിക്കേറ്റത്. ആക്രമണത്തിന് പിന്നിൽ തൃണമൂൽ കോൺഗ്രസ് ആണെന്ന് ബി.ജെ.പി ആരോപിച്ചു. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് നിതിൻ അംബുജൻ ചേരുകയാണ്. നിതിൻ, ഈ ബി.ജെ.പി തൃണമൂൽ കോൺഗ്രസ് പ്രത്യാരോപണങ്ങൾ, വാക്കുതർക്കങ്ങൾ, സംഘർഷങ്ങളൊക്കെ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. ഇപ്പോൾ സംഭവിച്ചത് എന്താണ്? കഴിഞ്ഞ ഏതാനും നാളുകളായി തന്നെ ബംഗാളിൽ ബി.ജെ.പിയും തൃണമൂൽ കോൺഗ്രസ് അത് തെരുവിൽ തന്നെ പലപ്പോഴും സംഘർഷം ഏറ്റുമുട്ടൽ നിലയിലേക്ക് പോയിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി സൗത്ത് കൊൽക്കത്ത കസബ മണ്ഡൽ പ്രസിഡന്റ് സരസ്വതി സർക്കാരിനാണ് ഈ ആക്രമണത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. ടി.എം.സിയുടെ ഭാഗത്തുമുണ്ടായ ടി.എം.സി ഗുണ്ടകൾ തന്നെ ആക്രമിച്ചെന്നാണ് ഇപ്പോൾ സരസ്വതി സർക്കാർ ആരോപിക്കുന്നത്. ബി.ജെ.പിയും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ശക്തമായ പ്രചരണമായി രംഗത്തുണ്ട്. നേരത്തെ തന്നെ ബംഗാളിലെ ക്രമസമാധാനം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട ചർച്ചയാക്കി തന്നെ ബി.ജെ.പി മുന്നോട്ട് പോകുന്നതിനിടെയാണ് വനിതകൾക്ക് സംസ്ഥാനത്ത് യാതൊരു തരത്തിലുള്ള സുരക്ഷിതത്വം ഇല്ല എന്നുള്ള ഒരു പ്രചരണം ശക്തമായി മുന്നോട്ട് പോകുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ ബി.ജെ.പിയുടെ വനിതാ നേതാവ് തന്നെ പരിക്കേറ്റിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയം ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം വലിയ ചർച്ചയാക്കി മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം. നിലവിൽ ഇപ്പോൾ പോലീസിനടക്കം ബി.ജെ.പി പരാതി നൽകിയിട്ടുണ്ട്. സരസ്വതി സർക്കാരിന് തലയിലാണ് പരിക്കേറ്റിരിക്കുന്നത്. എന്തായാലും ശക്തമായ പ്രചരണം മുന്നോട്ട് പോകുന്നു. മൂന്നാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം മുന്നോട്ട് പോകുന്നതിനിടയിലാണ് സരസ്വതി സർക്കാരിന് പരിക്കേറ്റിരിക്കുന്നത്. ശരി, ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് നിതിൻ അംബുജനാണ്.